So when are you planning to take Dileep into Telugu industry? 1 second, who am I to take him to the industry? He is one industry in himself. He can go to whichever, he can go to Mars if he wants. ചേട്ടാ How can I take him? ചേട്ടനെ ചൊവ്വയിലേക്ക് വിടുന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ ചേട്ടാ ഉദ്ദേശിച്ചത്? അവിടെയും You know, his fans will come after you. You ask him questions like this. I am Dileep one of his fans will come hardcore fans. I am one of his You're hardcore fans. Yeah. Then we'll not tell the Leap fans to come after you. Okay. അങ്ങനെയാണെങ്കിൽ can you sing a song with this thing? Maybe not. ഈ ചേട്ടൻ ഒന്ന് ശ്രമിച്ചു കേട്ടാ. റൗറ ഉറ റക്ക റക്ക പാടൂ. Yeah, I tried that. ഞാൻ പഞ്ചവതിക്കാരനോ മറ്റേ വാദ്യമേളക്കാരനോ അല്ല, അതുകൊണ്ട് എനിക്കിത് അറിയില്ല. ഇത് ശീലമില്ല. ഇതുപോലെ വെറുതെ പിള്ളേര് പറഞ്ഞവര് Sam made such a nice song. Correct. And now we are... അയ്യാ, നമ്മൾ അത് എന്തിനൊക്കെ എടുത്തണേ, നമ്മളത് ചെയ്യാൻ പാടില്ല. ആ പാട്ട് നന്നായിട്ട് ആൾക്കാരുടെ ഇടയിൽ വേറൊരു സാധനം ഉണ്ടാക്കി കൊടുക്കരുത്. ഇത് നല്ല ഭംഗിയിൽ അത് കിടക്കുന്നുണ്ട്. സാമത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ. What was the most exciting thing about Bandra for you? I really enjoyed the character that I played. It was, like so said, it's a matured love story. So it's not like, I mean, I guess in the movies there are relationships are shown in so many different ways. But there are some relationships where you don't always have to express how you feel. But it's just the way you are, you know that two people care about each other. So that tends to happen in slightly more mature stories. So also there are very complex circumstances. So those complex circumstances with these characters, it's quite dramatic. It's good drama. And intense fun scenes, sweet scenes. Make you feel like a nice, like a soft feeling in your heart. Like ചേട്ടനും ഫിലോസഫിക്കലായിട്ട് എന്തുകൊണ്ട് ബാന്ദ്ര കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ പറയുമായിരിക്കും? നമ്മൾ ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ മലയാളികൾ. ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി ഭയങ്കര മാസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഫിലിംസ് വരുമ്പോൾ നമ്മളെല്ലാവരും രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മലയാളികൾ ഇപ്പം കന്നഡയിൽ നിന്ന് പടം വരുന്നുണ്ട്, തെലുങ്കിൽ നിന്ന് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വരുന്നുണ്ട്, ഹിന്ദിയിൽ നിന്ന് നാച്ചുറലി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്നും ഒരെണ്ണം ഇങ്ങനെ വരാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മലയാളികൾക്കും ഇതുപോലത്തെ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ, പക്ഷെ അത്രത്തോളം നമ്മളെ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. കാരണം കേരളം എന്ന് പറഞ്ഞ ഒരു കൊച്ചു സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു മാർക്കറ്റ് മാത്രം വെച്ചിട്ട് വലിയ സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ടെൻഷനുള്ള കാര്യം തന്നെയാണ്. കാരണം അത് വർക്കൗട്ട് ആവുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ അതിനുവേണ്ടി റിസ്ക് എടുക്കുമ്പോൾ അതിൽ നമ്മൾ അന്യഭാഷ സ്ഥലത്തു നിന്നാണ് ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്.